മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം, ഫലസ്തീനിന്റെ കഥ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്ന് അഭയം തേടി മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ച് വളരെ പ്രൗഢമായ ഒരു വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പകർന്നു കൊടുത്തു. അങ്ങനെ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിന്റെ മണ്ണിലേക്ക് എത്തിയപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയോഗം എല്ലാം അവസാനിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നത്. അതിനുശേഷം ബനൂ ഇസ്രായേല്യർ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലമുറകളായ പരമ്പരയായ മക്കളായ ബനൂ ഇസ്രായേല്യർ പിന്നീട് വീണ്ടും പതനങ്ങളിലേക്ക് ആപതിച്ചു പോവുകയാണ്. പിന്നീട് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത് സാമുവേൽ പ്രവാചകൻ എന്ന് ജൂതന്മാർ പറയുന്ന, ബൈബിൾ പറയുന്ന മഹാനായ ശമൂവേൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നബിയുടെ കാലഘട്ടത്തിലാണ്. സൂറത്തുൽ ബഖറ ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വാക്യം നമ്മളോട് പഠിപ്പിക്കുന്നു. മഹാനായ പ്രവാചകൻ ആ സമൂഹത്തോട്, ബനൂ ഇസ്രായേലരോട് പറയുന്നു, വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. നിങ്ങൾക്ക് രാജാവായി ത്വാലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രവാചകന്റെ അനുയായികൾ സമൂഹം ചോദിക്കുന്നു, എങ്ങനെയാണ് ഇയാൾ ഞങ്ങളുടെ നേതാവായി വരിക? താലൂത്ത് എങ്ങനെയാണ് ഞങ്ങളുടെ രാജാവായി വരിക? വലം യുഅത സഅതൻ മിനൽ മാൽ, അയാൾക്ക് സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ നേതാവായി വരിക? അതിന് പ്രവാചകൻ തന്നെ മറുപടി പറയുന്നു, വഖാല ലഹും നബിയ്യുഹും. അടുത്ത ആയത്തിൽ മനോഹരമായി പറയുന്നു, ത്വാലൂത്തിനെ നിങ്ങൾ രാജാവായി അംഗീകരിക്കണം, കാരണം അല്ലാഹുവാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, നിങ്ങളുടെ കൂട്ടത്തിൽ അറിവ് കൊണ്ട് സമുന്നതനാണ് ത്വാലൂത്ത് എന്ന രാജാവ്. അതുമാത്രമല്ല, ഫിൽ ജിസ്ം, അതിന് വേണ്ട ആരോഗ്യവും ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാലൂത്തിന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി പറയുന്നതാണ്, മുസ്ലിമീങ്ങളായ നമ്മൾ ഏറ്റവും മനോഹരമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തുൻ മിർ റബ്ബികും. എന്താണ് ഈ ത്വാലൂത്ത് എന്ന് പറയുന്ന രാജാവിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, ആ രാജാവിന്റെ ഏറ്റവും മനോഹരമായ ക്വാളിറ്റി എന്ന് പറയുന്നത്, ആ രാജാവിന്റെ കൈകളിൽ ഒരു താബൂത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയുണ്ട്. ഫീഹി സകീനത്തുൻ മിർ റബ്ബികും, അതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ആ പെട്ടിയിലുള്ളത്? വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്ര പാരമ്പര്യങ്ങളുടെ മുഴുവൻ തിരുശേഷിപ്പുകളും അതിലുണ്ട് എന്ന് പറയുകയാണ്. ഒരു സമൂഹം ഉയർന്നു നിൽക്കണമെങ്കിൽ അവരുടെ ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും അതിമനോഹരമായി നിലനിൽക്കണം എന്നതിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ വെളിച്ചം വീശി തരികയാണ്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ജൂത സമൂഹം കൊടിയേറി കടന്നു വന്ന് ഓരോന്നോരോന്നായി നശിപ്പിച്ച് അവസാനം ജെറൂസലേം അവരുടെ കൈകളിലാക്കി ആയിരക്കണക്കിന് വർഷങ്ങളുടെ മനോഹരമായ പാരമ്പര്യമുള്ള ഖുദ്സ് അവരുടെ കൈകളിലേക്ക് ആക്കിക്കൊണ്ട് അവർ ഫലസ്തീനിന്റെ ജനതയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തറവാടാണ് ഖുദ്സ് എന്ന് പറയാൻ എന്ത് ശേഷിപ്പുകളാണ് നിങ്ങൾക്കുള്ളത്?
നിങ്ങളുടെ ചരിത്രങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഈ മണ്ണ് നിങ്ങളുടേതാണെന്ന് പറയാൻ ചരിത്രപരമായി എന്ത് പിൻബലമാണുള്ളത് എന്ന് ഫലസ്തീനിനോട് ജൂത സമൂഹം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ അടിയറവ് വെച്ചുകൊണ്ട് പറയുന്നു, ഒരു സമൂഹം ആത്മാഭിമാനത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ അവരുടെ ചരിത്രത്തെ അവർക്ക് വളരെ കൃത്യമായി ബോധമുള്ളവരാകണം. ഈ കിടക്കുന്ന മണ്ണിനടിയിൽ എൻ്റെ പിതാവുണ്ട്, എൻ്റെ പിതാമകനുണ്ട്. ആ വാപ്പയും വല്യാപ്പയുടെയും മകനും പേരക്കിടാവുമാണ് ഞാനെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ പൂർവപിതാക്കളുടെ മനോഹരമായ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവനെ ഒരു സമൂഹത്തിന്റെ നായകനാവാൻ കഴിയുകയുള്ളൂ, ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് ലോകനായകൻ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുന്ന തന്റെ പൂർവ്വപിതാക്കളുടെ മുഴുവൻ നാമവും പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, ഇതാണ് എൻ്റെ പരമ്പര, അന മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ് ഞാനെന്ന് പറയുമ്പോൾ ഈ കാണുന്ന പൂർവ്വപിതാക്കളൊക്കെ പരിശുദ്ധമാണ്. ആ മനോഹരമായ ചരിത്ര പാരമ്പര്യ കുടുംബത്തിൽ നിന്ന്, ഒരു മനോഹരമായ ഗോത്രത്തിൽ നിന്നാണ് ഈ മുഹമ്മദ് കടന്നു വരുന്നത് എന്ന് പറയുമ്പോഴുള്ള ആ വലിയ ആത്മാഭിമാനം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രനാണ്. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ മകനായ യാഖൂബ് നബിയുടെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെ എപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ധരിച്ചിരുന്ന മേൽക്കുപ്പായം കൊണ്ട് നടക്കുമായിരുന്നു. അതൊരു തിരുശേഷിപ്പാണ്. ചരിത്രപരമായി തന്റെ പ്രപിതാക്കളിൽപ്പെട്ട ഇബ്രാഹിം എന്ന പിതാവ് ധരിച്ചു നടന്നതാണ്. ആ കുപ്പായം ധരിച്ചുകൊണ്ടാണ് നമ്രൂദിന്റെ കഠിനമായ തീകുണ്ടാരത്തിലേക്ക് തന്റെ പിതാവായ ഇബ്രാഹിം എന്ന പിതാവ് വലിച്ചെറിയപ്പെടുന്നത്. ഒരു തീയിന്റെ പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു വന്ന ആ പിതാവിന്റെ കൂടെ കരുതപ്പെട്ട ആ ഒരു കുപ്പായം കൂടെ കരുതിയ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് വലിയ ഉൾക്കൊള്ളലുകൾ സ്വീകരിച്ചു എന്നതാണ് ചരിത്രം. മനോഹരമായി ഇന്ത്യയെ ആവിഷ്കരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മുസ്ലിമീങ്ങളായ നാം ചിന്തിക്കണം. വർഷങ്ങളുടെ മനോഹരമായ ചരിത്രങ്ങൾ പറയാൻ കഴിയുന്ന നമ്മളുടെ ഒരുപാട് സ്തൂപങ്ങൾ അതിൻ്റെ അടിയറകളിൽ എന്തിരിക്കുന്നു എന്ന് ഒളിച്ചും പാർത്തും അന്വേഷിച്ച് പരതി നമ്മൾ പടുത്തുയർത്തിയ എല്ലാ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കണം, ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമുള്ളവർക്ക് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് എല്ലാ നബിമാരുടെയും ചരിത്രത്തെ നാം ഇതാ അവതരിപ്പിച്ചു തരുന്നു. എന്തിനാണത്? മാനുസബ്ബിതു ബിഹി ഫുആദക്, അത് അങ്ങയുടെ ഹൃദയത്തിന് ഒരു ഉറപ്പ് നൽകാനാണ്, അങ്ങയുടെ ഹൃദയത്തിന് ഒരു ഉണർവുള്ള അവസ്ഥ നൽകുവാനാണ്. മാനുസബ്ബിതു ബിഹി ഫുആദക്, ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടങ്ങ് മുന്നോട്ട് പോകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഖുർആനോളം ചരിത്രം പറയുന്ന മറ്റൊരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്ത് ചരിത്രത്തിന് ഇത്രമേൽ പ്രാധാന്യം നൽകിയ ഒരു മഹിതമായ മതവും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ മാനവ ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ ഇസ്ലാമിന് വലിയ പങ്കുണ്ട്, മുസ്ലിം സമൂഹത്തിന് വലിയ ആധാരമുണ്ട് എന്നത് ലോക ചരിത്രകാരന്മാരെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ചരിത്ര പഠനം എന്ന ഒരു ഗവേഷണം തന്നെ ലോകത്ത് കൊണ്ടുവരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന, നമ്മൾ വിളിക്കുന്ന ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്ര ഗവേഷകനാണ്, ഒരു മുസ്ലിമാണ്. ചരിത്രത്തിന്റെ പൂർവികാവകാശം അത് മനോഹരമായി കൊണ്ട് നടന്നവരാണ് ലോക മുസ്ലിം.
ഇന്ത്യ 800 വർഷക്കാലം ഭരിച്ച മുഗളന്മാർ, അവർ ഇവിടെ ഭരണം നടത്തിയതിന്റെ തെളിവുകളായി നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്നതാണ് താജ്മഹലും കുതുബ് മിനാറും ചാർമിനാറും. അതെല്ലാം തച്ചു തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ശേഷിപ്പിനെ എന്താണുള്ളത് എന്ന് ചോദിക്കാൻ വരുന്നവരുടെ മുമ്പിൽ നമ്മൾ കൈമലർത്തി നിൽക്കേണ്ടി വരും. അതിനേറ്റവും വലിയ തെളിവാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ അഭികാമ്യത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്ന ബംഗാളിന്റെ നരകയാതനയുടെ ചിത്രം ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് വെച്ചു തരുന്നത്. ഹനഫി മദ്ഹബിന്റെ ഒരുപാട് പണ്ഡിതന്മാർ വാണിരുന്ന പ്രദേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബംഗാൾ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹദീസിന്റെ ഗവേഷക പണ്ഡിതന്മാർ വാണിരുന്ന ചരിത്രമുറങ്ങുന്ന ബംഗാൾ. ആ ബംഗാളിൽ മഷിയിട്ട് തെരഞ്ഞാൽ ഈ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുകയില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ മനോഹരമായി നീണ്ട നാമങ്ങളുള്ള മുസ്ലിം പേരുകളുള്ള ആളുകളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. പക്ഷേ അന്തസ്സായ രൂപത്തിൽ ജീവിക്കുന്ന അല്ലാഹു ആരാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നും നെഞ്ചോട് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിനെ ചേർത്ത് പിടിച്ച് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയുന്ന മുസ്ലിമീങ്ങളെ അവിടെ നമുക്ക് കാണാൻ കഴിയാത്തതിന്റെ പിന്നിൽ ചരിത്രം അവരിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്നതാണ്. ഒരു കാലഘട്ടത്തിലെ സ്പെയിനിന്റെ അവസ്ഥ എന്താണ്? മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ ആ സ്പെയിൻ എല്ലാം കൊണ്ടും സമ്പന്നമാക്കിയത് മുസ്ലിമീങ്ങളാണെന്ന് ചരിത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. പക്ഷേ ഇന്ന് ആ സ്പെയിനിൽ അതിന്റെ ഒരു അവശേഷിപ്പുകളും കാണാത്ത വിധം അത് നശിപ്പിക്കപ്പെട്ടു. ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ആ സമൂഹത്തിന്റെ ചരിത്രത്തെ നശിപ്പിച്ചു തുടങ്ങലാണ് ആദ്യത്തെ പണി എന്നത് ശത്രുവിന്റെ എല്ലാ കാലത്തെയും അടയാളമാണ് എന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ കൽപ്പന കൊടുക്കുന്നത്. ഖുർആനിൽ ഇത്ര മനോഹരമായ ഒരു ചരിത്രം പറയുന്ന അധ്യായം നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ആ അൽ കഹ്ഫ് സൂറത്ത് എന്താണ്? അതിമനോഹരമായ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെയോ നബിയെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന് പറഞ്ഞു കൊടുക്കുന്നു. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഒരു സമൂഹം ആളുകൾ രാജ്യഭരണത്തിന്റെ എല്ലാ കെടുകാര്യസ്ഥതയുടെ ഭയാനകരമായ പീഡനമുറകളിൽ നെരിഞ്ഞമർന്നു പോകേണ്ടതിന് പകരം ചങ്കുറപ്പോടെ ആണത്തത്തോടെ എഴുന്നേറ്റ് നിന്ന് റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, അഖില ലോകങ്ങളുടെയും തമ്പുരാനായ യജമാനനായ ഇലാഹ് അല്ലാഹുവാൻ, അവനെയല്ലാതെ അവന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾ നമ്രശിരസ്കിതരാവുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മല കയറേണ്ടി വന്ന അസ്ഹാബുൽ കഹ്ഫ് എന്ന ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, അല്ലാഹുവിൽ വിശ്വസിച്ചു പോയ ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കഥ മുസ്ലിമെ ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ പാരായണം ചെയ്യണം. എന്തിന്? ജുമുഅ ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുമ്പോ നിങ്ങളുടെ ഉള്ളിലുണ്ടാവേണ്ട പ്രതിജ്ഞ റബ്ബുനാ വ റബ്ബുസ് സമാവാതി വൽ അർദ്, ഈ അഖില ലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, അവന്റെ മുന്നിൽ ഒരുമയോടെ ഒരേപോലെ തോൾ ചേർന്ന് നിന്ന് വണങ്ങാനാണ് ഈ കടന്നു പോകുന്നത്, അതിനുള്ള ദിവസമാണിതെന്ന് ഓർമ്മപ്പെടുത്തുന്ന ചരിത്രാധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം എത്രയാണ്! അവസാന കാലത്ത് കടന്നു വരാൻ പോകുന്ന ലോകം അവസാനിക്കുന്നതിന്റെ ഭീമാൽകാരമായ അടയാളമായ സാക്ഷാൽ ദജ്ജാൽ, ആ ദജ്ജാലിന്റെ അതിഭയാനകരമായ പീഡനമുറകളിൽ നിന്ന് ഈ കഹ്ഫ് സൂറത്തിന്റെ 10 അധ്യായം കാണാതെ പഠിച്ചവന് രക്ഷയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസിമ മിൻ ഫിത്നതി മസീഹ് ദജ്ജാൽ, തരിശായി കിടക്കുന്ന ഭൂമി നോക്കിയിട്ട് അഖ്രിജി മിൻ സമറാതിക്,
ഭൂമിയെ നിന്റെ ഉള്ളിൽ കിടക്കുന്ന പച്ചപ്പ് നീ പുറത്തു കൊണ്ടുവാ എന്ന് സാക്ഷാൽ ദജ്ജാൽ ഒരു വാക്ക് പറയേണ്ട താമസം പൂത്തുലഞ്ഞു നിൽക്കുന്ന രമ്യ ഹർമ്മഗോപുരങ്ങളാൽ സമാനമായ വടാവൃക്ഷങ്ങളുടെ വിളനിലയമായി ആ മണ്ണ് മാറുമെന്ന് അത്ഭുത സിദ്ധി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നതാണ്. വറ്റിയ വയറിന്റെ ഒരു ചെറിയ ആടായ നിസ്സാരമായ ഒരു ആടിൻ പറ്റം അതെങ്ങാനും രാവിലെ കടന്നുപോയാൽ ദജ്ജാലുള്ള കാലത്താണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് തടിച്ചു കൊടുത്ത് അറുക്കാൻ പാകമായ മാംസപിണ്ഡമായി വരുന്ന രൂപത്തിൽ അത്ഭുത സിദ്ധി കാണിക്കുമെന്ന് ദജ്ജാൽ. ആ ദജ്ജാലിന്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അൽ കഹ്ഫ് സൂറത്ത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്താണ് ഈമാനിന്റെ കഥ പറയുന്നത്. ആ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊള്ളാൻ മുസ്ലിമെ നിങ്ങൾ തയ്യാറാകണമെന്ന് ലോകനായകൻ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന ആ യാതനകളുടെ പിന്നിൽ വലിയ ഒരു പ്രയാസമെന്ന് പറയുന്നത് ആ ഒരു സമൂഹം കുടിയേറി പാർത്ത് അവരുടെ മുഴുവൻ ചരിത്രങ്ങളെയും നശിപ്പിക്കുമ്പോ അതങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞതിന്റെ എല്ലാ അപകടങ്ങളുമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിനേക്കാൾ മനോഹരമായ വർഷങ്ങളുടെ കണക്കുകൾ പറയാൻ പഴക്കമുള്ള പള്ളികൾ കേരളത്തിലുണ്ട്. എന്നിട്ടും കേരള മുസൽമാന്റെ നെഞ്ചകത്തിൽ ബാബരി തീർത്താൽ തീരാത്ത നൊമ്പരമായി മാറിയതിന്റെ പിന്നിലുള്ള ഹേതു എന്താണ്? അതൊരു ചരിത്രമായി ഇന്നും അവശേഷിക്കുന്നു എന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പേങ്ങാട്ടുശ്ശേരി പള്ളിയുടെ മുകളിൽ കാണുന്ന കുബ്ബ സ്വർണത്തിന്റെ കുബ്ബയാക്കാൻ മാത്രമുള്ള സമ്പന്നതയുടെ സ്വത്തും അത് നൽകാൻ കഴിയുന്ന വിശ്വാസമുള്ള മുസ്ലിമീങ്ങളും ഉണ്ടെങ്കിൽ പോലും ബാബരിയുടെ കുബ്ബ ഇന്നും നൊമ്പരമായി മാറുന്നത് മുസ്ലിമിന്റെ ഒരു ചരിത്രമാണ് അവിടെ തകർക്കപ്പെട്ടത് എന്ന നൊമ്പരമാണെങ്കിൽ, ഈ നൊമ്പരത്തിന്റെ വേദനയില്ലാത്ത 20 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളാണ് കേരളത്തിന് പുറത്തുള്ളത്. എന്നാൽ ഒരു ചരിത്രത്തിന്റെ നശീകരണത്തിലൂടെ ഒരു സമൂഹം നശിച്ചുപോയതിന്റെ ഏറ്റവും വലിയ അപകടമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 920-ലും 25-ലുമാണ് 930-ലാണ് സൗദി എന്ന ഭരണകൂടം, സൗദി അറേബ്യ എന്ന ഭരണകൂടം നിലവിൽ വരുന്നത്. അതുവരെ ഹിജാസ് ആയിരുന്നു. 1925-ലും 26-ലും ഒക്കെ കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത് നടക്കുന്ന കാലമാണ്. തുർക്കിയിലെ ഖിലാഫത്ത് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ആ ഖിലാഫത്തിന്റെ രോദനത്തിൽ കിടന്ന് പുളയുന്ന ആ ഒരു സമയം, എന്റെ പ്രിയപ്പെട്ടവരെ, സൗദിയിൽ സംഭവിച്ചത് കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരുപാട് നശീകരണ പ്രവർത്തനങ്ങളാണ്. ജന്നത്തുൽ ബഖീഇലും ജന്നത്തുൽ മുഅല്ലായിലും ഉണ്ടായിരുന്ന ഒരുപാട് ഖബറുകൾ അവർ ഉന്മൂലനം ചെയ്തു. സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒരുപാട് സഹാബാക്കളുടെ പൂർവികന്മാർ അന്തിയുറങ്ങുന്ന ആ മണ്ണ് നിസ്തുലമാമിതം മായ്ക്കപ്പെടുന്ന രൂപത്തിൽ തുടച്ച് നശിപ്പിക്കപ്പെട്ടതിന്റെ വലിയ അപകടങ്ങളിലേക്ക് കടന്നുപോയത് ഇന്ന് നാം അനുഭവിക്കുകയാണ്. ഹിറാ ഗുഹയുടെ താഴ്വാരത്ത് മുകളിലേക്ക് കയറാനുള്ള ഫുൾ സ്റ്റെപ്പുകൾ ഒരുക്കിക്കൊണ്ടതിന്റെ താഴ്ഭാഗത്ത് ഒരു മ്യൂസിയം പണിയാൻ ഇന്നത്തെ സൗദി കടന്നു വരുന്നു എന്നത് വളരെ സന്തോഷം നൽകുമ്പോൾ, ഒരു 100-100 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നശീകരണമാണ് ഒരു തരത്തിൽ ഈ കാണുന്ന രൂപത്തിലുള്ള എല്ലാ അപജയങ്ങളുടെയും പിന്നിലേക്ക് കടന്നുപോയത്. ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഹിജാസിന്റെ ഭരണാധികാരിയാണ് ഫലസ്തീൻ എന്ന മണ്ണിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഹിജാസിന്റെ ഭരണം നിങ്ങൾക്ക് ഒറ്റക്ക് തരാം, തുർക്കിയുടെ ഖിലാഫത്തിൽ നിന്ന് വേർപ്പെടുത്തി നിങ്ങൾക്ക് ഒറ്റക്ക് ഭരണം തരാമെന്ന് പറഞ്ഞ് അയാളെ കൈവശമാക്കിയിട്ടാണ് ജൂതന്മാർ ഫലസ്തീൻ കയ്യേറാൻ വേണ്ടി കടന്നു വന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ചരിത്രം മറന്നുപോയത് കൊണ്ട് എന്തെല്ലാമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ. താലൂത്ത് എന്ന രാജാവിന് ഒരു ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. അതുകൊണ്ട് അയാളെ നിങ്ങൾ നേതാവായി അംഗീകരിക്കണമെന്ന് ലോകനായകൻ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് കഥ പറഞ്ഞു കൊടുക്കണം. ഫഖ്സുസിൽ ഖസസ്, അങ്ങ് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. പൂർവികരുടെ മുഴുവൻ ചരിത്രങ്ങളും അങ്ങ് പറഞ്ഞുകൊടുത്ത് സമൂഹത്തെ ഉത്ബുദ്ധരാക്കണമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ചോദ്യം അതാണ്. സഹാബത്തിനോട് പറയണം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങളുടെ പൂർവികന്മാർ അനുഭവിച്ച യാതനകളും വേദനകളും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കടന്നു പോവാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹുവിന്റെ ചോദ്യമാണ്. എല്ലാം വരിഞ്ഞു മുറക്കപ്പെട്ടപ്പോൾ അമ്പിയാക്കളും അവരുടെ കൂടെയുള്ളവരും റബ്ബിനോട് ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, സഹായം ആസന്നമാണ് എന്ന് ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോ ഉദ്യാന പദങ്ങളും പരാജയങ്ങളും അപജയങ്ങളും എല്ലാ കാലഘട്ടത്തിലും നാം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ ചരിത്രങ്ങളിൽ നിന്ന് ഊർജം ഈമാനികമായി ഉൾക്കൊള്ളുമ്പോഴാണ് മുസ്ലിമിന് ഇസ്സത്ത് ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് വർഷാവർഷവും നമ്മൾ ബദറും ഉഹദും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് ഈമാൻ. അപജയങ്ങൾ കടന്നു വരുമ്പോൾ ഈമാനിന്റെ ചെറുത്തുനിൽപ്പ് കൊണ്ട് നമ്മൾ പോരാടി നേടിയ വിജയത്തിന്റെ കഥയാണ് ബദറും ഉഹദും എല്ലാം പറഞ്ഞു തരുന്നത്. നമ്മുടെ പൂർവ്വസൂരികളായി അന്തിയുറങ്ങുന്ന വാപ്പ വല്ലിപ്പമാരുടെ ഖബറിന്റെ അരികത്ത് പോകുമ്പോൾ നബിതങ്ങൾ പറയുന്നു, തദ്കുറു അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിനെ ഓർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അവരനുഭവിച്ച യാതനകളും വേദനകളും ഒക്കെ നമ്മൾ ഓർമ്മ വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഈ ദുനിയാവ് നമ്മളോട് പറഞ്ഞു തരും, അൽഹാകുമുത് തകാസുർ. ഈ വേഷഭൂഷാദികളും ഈ ഉണ്ടാക്കുന്ന പണത്തിന്റെ പെരുപ്പങ്ങളും ഈ ഉമ്മയോട് വാപ്പയോട് ജ്യേഷ്ഠ സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നത്, അയൽവാസിയെ കാണാത്തത്, ഒരുമയോടെ തോളോട് തോൾ ചേർന്ന് നിന്നപ്പോൾ ഇപ്പൊ അനാവശ്യ ഈഗോയുടെ വൈരാഗ്യത്തിന്റെ പേരിൽ വേർപിരിഞ്ഞു നിൽക്കുന്നത്, ഇതെല്ലാം നിന്നെ നശിപ്പിക്കുന്നത് വരെ, നിന്റെ മരണം വരെ മാത്രമുള്ള മേൽവിലാസമാണെന്ന് നിന്നോട് പറഞ്ഞു തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ കലാം പറഞ്ഞു തരുന്ന അമ്പിയാക്കളുടെ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. നമ്മളുടെ ചരിത്രത്തിന്റെ പാരമ്പര്യങ്ങളുടെ തിരുശേഷിപ്പുകളെ കാത്തു സംരക്ഷിക്കുവാൻ, അത് രാജ്യത്തിൻ്റെതായാലും വിശുദ്ധ ദീനിൻ്റെതായാലും അതിന്റെ കെടുകാര്യസ്ഥതയും ബാധ്യതയും നമുക്കുണ്ട്, നമുക്കേ ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പൂർവികരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.